ഗുഡ് മോർണിംഗ്. മെയിനായിട്ട് ന്യൂസ് എന്നുള്ള നിലയ്ക്ക് RBI പോളിസി തന്നെയാണ്. RBI പോളിസിയിൽ 25 BPS ഡൗൺ വരികയാണെങ്കിൽ മാർക്കറ്റിന് താൽക്കാലികം ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷേ ഹാപ്പിനെസ് അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പുറത്തുനിന്നുള്ള ന്യൂസുകൾ നെഗറ്റീവ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ട്രംപ്. ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് ന്യൂസ് 15 ദിവസം കൂട്ടിയില്ല എന്നൊക്കെ, അത് മാർക്കറ്റ് ട്രംപിനോടുള്ള ആ ന്യൂസിനോട് ചേർന്ന് ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 9:45 സമയത്ത് ഏതൊക്കെ കൗണ്ടറുകളാണ് നമ്മുടെ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അപ് ട്രെൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്, ആ കൗണ്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ കൗണ്ടറിൽ ഒരു റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നെഗറ്റീവ് സൈഡിൽ മൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ബാങ്കുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ഷെയർസുകൾ നെഗറ്റീവ് വരികയാണെങ്കിൽ മാർക്കറ്റിന് അപ് ട്രെൻഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് ഐഡിയ നമുക്ക് സ്വരൂപിച്ച് എടുക്കാം. ഓക്കെ, FII ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകത കാണാം. എങ്കിലും ഒരു സമാധാനം എന്ന് പറയാം, അത്ര വലിയ ഷോർട്ടിലല്ല പോയിരിക്കുന്നത് എന്ന് പറയാം. എന്നാലും ക്യാഷ് മാർക്കറ്റിൽ ചെറിയ ഷോർട്ട് കവറിങ്ങും ഫ്യൂച്ചറിലൊരു സെല്ലിങ്ങായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ട്രംപിൻ്റെ ഒരു റിയാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് 24 അവേഴ്സിനുള്ളിൽ അടുത്ത താരിഫ് വരുന്ന പറഞ്ഞത്. ഏകദേശം ഈവനിങ് ആവുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അടുത്ത ദിവസത്തിന് ഹെവി നെഗറ്റീവ് ന്യൂസുകൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ടും മാർക്കറ്റിൽ ഉണ്ട്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാർക്കറ്റിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ടത് വളരെ റിസ്ക്കുള്ള സമയങ്ങളാണ് നാളത്തെ മാർക്കറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഹെവി വോളാരിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ VIX ഒന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് പോവുക. VIX എന്ന് ഉദ്ദേശിക്കുന്നത് വോളാരിറ്റി ഇൻഡെക്സ് ആണ്. അപ്പോൾ വോളാരിറ്റി ഇൻഡെക്സ് കൂടി വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. ലോങ് ലെവലുള്ള പുട്ടും കോളൊക്കെ ആക്റ്റീവായി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊരു നെഗറ്റീവായ ട്രെൻഡാണ്, അതും മനസ്സിലാക്കുക. 2, ഇനി ട്രംപിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇന്നൊരു ഗുഡ് ന്യൂസ്, ചിലപ്പോൾ റഷ്യ യുദ്ധം എന്ന് പറഞ്ഞാൽ സീസ്വയർ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നിപ്പോൾ ഷോർട്ട് ഇട്ട് കൊടുത്ത് പോകുമ്പോൾ റിസ്ക് നിൽക്കുന്നുണ്ട്, ലോങ് എടുത്താൽ നാളെ കാലത്തുള്ള ന്യൂസുമേ റിസ്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും വലിയൊരു റിസ്ക്കാണ് നിൽക്കുന്നത്. ഇന്ന് ട്രംപും റഷ്യയായിട്ടുള്ള ഒരു ന്യൂസ് വളരെ പ്രധാനമാണ്. അപ്പോൾ റഷ്യയായിട്ടുള്ള ന്യൂസ് പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയായി മാർക്കറ്റ് റിക്കവറി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂട്രലായിട്ടാണ് നാളത്തെ മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ടെൻഷൻ. കാരണം എന്തെങ്കിലും ഗുഡ് ന്യൂസ് സീസ്ഫയർ വന്നതാണെങ്കിൽ മാർക്കറ്റ് മുഴുവൻ പോസിറ്റീവ് ആവും, നിങ്ങൾ ഷോർട്ട് അടിക്കുന്ന പൈസ മുഴുവൻ പോകും. അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്യുക, അങ്ങനെ റിസ്ക് എടുക്കണവരെ സംബന്ധിച്ച് ഒരു പുട്ടും ഒരു കോളും ഒരുമിച്ച് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ റിസ്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഗുഡ് ന്യൂസിനുള്ള സാധ്യത ഇവിടുത്തെ നമ്മളെ മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് 25 പൈസയിലൊന്നും നിലനിൽക്കില്ല. അതൊന്നും മാത്രം വലിയ പ്രധാനപ്പെട്ട ന്യൂസല്ല. പ്രധാനപ്പെട്ട ന്യൂസ് പുറത്തുനിന്ന് അമേരിക്കൻ ന്യൂസാണ്. ഇനി ട്രംപ് അടുത്തൊരു കാര്യം പറയുന്നത്, നമുക്ക് 200% എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര സന്തോഷകരമായ കാര്യങ്ങളായി മാർക്കറ്റ് എടുക്കാൻ സാധ്യതയില്ല. ഇതിൻ്റെ ഒപ്പമാണ് നമ്മുടെ റുപ്പിയുടെ താഴ്ച. റുപ്പി വാച്ച് ചെയ്യുക. ഇന്നലെ ഏകദേശം 87-82 വൈകുന്നേരം നിന്നിരുന്നത്. 87-85 ഹൈ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈകൾ 87.5 ഹൈ കട്ട് ചെയ്യണമെങ്കിൽ അതും മാർക്കറ്റിന് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനും വാച്ച് ചെയ്യേണ്ട കൗണ്ടറാണ്. ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് ഫ്യൂച്ചർ ട്രേഡിങ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ ട്രേഡിങ് ഡെയിലി വൈസ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ടെക്നിക്കൽ ട്രേഡിങ് ചെയ്യാൻ നോക്കുക വിത്ത് സെൻറ്റിമെൻറ്റ്. ഓക്കെ, ഇത് മാത്രമേ കോമൺലി ആൾക്കാർ ജയിക്കാറുള്ളൂ കേട്ടോ. ഈ സെൻറ്റിമെൻ്റൽ ട്രേഡിങ് മിക്കവാറും ഹെവി പ്രോഫിറ്റ് ഹെവി ലോസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സെൻറ്റിമെൻറ്റൽ അറിയാമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ടെക്നിക്കൽ പ്രൂവ് ചെയ്യാൻ കുറച്ചൊക്കെ ഒരു സുഖം ഉണ്ടാവും. ഓക്കെ.
താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.